നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എർലിംഗ് ഹാലൻഡ് സ്വസ്ഥമായി കാല് കയറ്റി വെച്ചിരുന്ന് കണ്ടൊരു കളി. ആ കളി റയാൻ ചെർക്കിയുടെ മിന്നും പ്രകടനം. ചെർക്കി ഉണ്ടാകുമ്പോൾ എന്ത് ഹാലൻഡ് എന്ന് പോലും മാധ്യമങ്ങൾ തലക്കെട്ട് കൊടുത്തു. നോക്കുക, ഒരു പ്രമുഖ സ്പോർട്സ് മാധ്യമത്തിൻ്റെ ടൈറ്റിലാണ്, ഫുട്ബോൾ മാധ്യമത്തിൻ്റെ. അതിൽ അവർ പറയുന്നത് അങ്ങനെയാണ്: റയാൻ ചെർക്കി ഉണ്ടാകുമ്പോൾ പിന്നെ എന്ത്, ഹു നീഡ്സ് ഹാലൻഡ്, സബ്ലൈം ചെർക്കി ലീഡ്സ് സിറ്റി ഇൻ ടു കറബാവോ സെമീസ് എന്നാണ് goal.comൻ്റെ ടൈറ്റിലാണ്. ആർക്ക് വേണം ഹാലൻഡിനെ എന്ന് ചോദിക്കുന്നു. സബ്ലൈം ഫോമിൽ റയാൻ ചെർക്കി നിൽക്കുകയല്ലേ? യെസ്, സബ്ലൈം ഫോമിൽ തന്നെയായിരുന്നു അദ്ദേഹം. കളിച്ച നിമിഷങ്ങൾ ശരിക്കും എതിരാളികൾ അദ്ദേഹം വട്ടം കറക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം 65 മിനിറ്റ് കളിക്കളത്തിൽ ഫ്രാൻസ് ഇൻ്റർനാഷണൽ തൻ്റെ മികവ് മുഴുവനും പുറത്തെടുത്തു. ഫ്ലിക്കും ട്രിക്കുകളും ഒക്കെയായിട്ട് കളിക്കളത്തിൽ അദ്ദേഹം നിറഞ്ഞാടി. ഗോളടിക്കാനുള്ള ചില ശ്രമങ്ങൾ, ഒടുവിൽ 20 വാര അകലെ നിന്ന് ഒരു സ്റ്റണ്ണിങ് ഷോട്ടിലൂടെ പന്ത് വലയിലേക്ക്. യെസ്, റയാൻ ചെർക്കിയുടെ മിന്നും പ്രകടനത്തെ കൂടാതെ സാവിയോയുടെ ഒരു ഗോൾ കൂടി വന്നപ്പോൾ ഏകപക്ഷീയമായ 2 ഗോളുകൾക്കാണ് കറബാവോ കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ബ്രെൻഫോർഡിനെ മാഞ്ചസ്റ്റർ സിറ്റി പരാജയപ്പെടുത്തിയിരിക്കുന്നത്. എർലിംഗ് ഹാലൻഡ് പുറത്തിരുന്ന മത്സരത്തിൽ സിറ്റിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ബോബും ചെർക്കിയും സാവിയോയും ഒക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവർ മുന്നേറ്റങ്ങൾ നയിക്കാൻ 18കാരനായിട്ടുള്ള ഡിവൈൻ മുക്കാസയെ കൂടി ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഏതായാലും മികച്ച പ്രകടനത്തിന് നടത്തി ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് അവർ വിജയിച്ചു കയറി. ഇതാ EFL കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് മാഞ്ചസ്റ്റർ സിറ്റി കടന്നുപോയിരിക്കുന്നു. ഇന്നലെ നടന്ന മത്സരത്തിൽ കാർഡിഫ് സിറ്റിയെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ചെൽസിയും സെമിയിലേക്ക് കടന്നിട്ടുണ്ട്. ന്യൂക്യാസിൽ ഫുൾഹാമിനെ 2-1 പരാജയപ്പെടുത്തി മുന്നോട്ട് കടന്നിട്ടുണ്ട്. ഇനി ആഴ്സണൽ വേഴ്സസ് ക്രിസ്റ്റൽ പാലസ് മത്സരമാണ് ക്വാർട്ടർ ഫൈനലിൽ ബാക്കിയുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.